ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വലിയ ആഴ്ചയുടെ വലിയ സന്തോഷത്തിൻ്റെയും പ്രതീക്ഷയുടെയും പ്രാർത്ഥനയുടെയും ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എല്ലാവരും വിശുദ്ധ കുമ്പസാരം എന്ന കുദാശ സ്വീകരിച്ച് തങ്ങളെ തന്നെ ഒരുക്കുന്ന ഒരു വലിയ ഒരുക്ക ദിനത്തിന്റെ ദിനങ്ങളിൽ പ്രത്യേകമായിട്ട് ഇന്ന് കർത്താവിന്റെ തിരുവചനം യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാമത്തെ വചനം ഇതാണ്. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതെ, കുരിശിൽ നമുക്കായി മരിച്ചവൻ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ മരണത്തെ തടഞ്ഞുകൊണ്ട് സ്വർഗരാജ്യത്തിന്റെ നിത്യജീവനിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കാനുള്ള വലിയ കുരിശിന്റെ ബലിയെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ദിനങ്ങളാണല്ലോ ഈ ദിവസങ്ങളൊക്കെ. പ്രിയപ്പെട്ടവരെ, സാധിക്കുന്നിടത്തോളം വിശുദ്ധ വചനങ്ങൾ വായിച്ചു ദൈവത്തിന്റെ സ്ഥലത്തിൽ നിശബ്ദമായിരുന്ന് പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ളൊരു വലിയ കൃപ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നാളെ പെസഹ ബുധനാഴ്ച, പെസഹ വ്യാഴാഴ്ചയ്ക്ക് തൊട്ടു മുമ്പുള്ള ദിവസം നാളെ സാധിക്കുന്നിടത്തോളം ബൈബിള് വായനയിലായിരിക്കാനാണ് ഞാനും ആഗ്രഹിക്കുക. എല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ പീഡാനുഭവത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ മനസ്സിൽ വരുന്ന ആദ്യത്തെ ചിന്ത ഇതാണ്. കുരിശിന്റെ വഴിയിൽ 5-ാം സ്ഥലത്ത് ശിമിയോൻ ഈശോയെ കുരിശ് താങ്ങി സഹായിക്കുന്നതാണ്. നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിൽ ഇന്നും ഈശോ അനുഭവിക്കുന്ന വലിയ വേദനകളും പീഡനങ്ങളും ഒക്കെ നമ്മൾ